ഹായ് ഗെയ്സ്, ഞാനെന്നുള്ളത് ഇരട്ടക്കുളങ്ങരയാണ്. ഇരട്ടക്കുളങ്ങര ഭഗവതി ക്ഷേത്രം ചേട്ടായി ബ്ലോഗ് വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഇവിടെ പൊങ്കാലയാണ്. ഇന്ന് ഇരട്ടക്കുളങ്ങര അമ്മയ്ക്ക് ഇന്ന് ആയിരക്കണക്ക് പേരാണ് പൊങ്കാല ഇടാനായിട്ട് എത്തിയിരിക്കുന്നത്. ചേട്ടായി ബ്ലോഗിൻ്റെ ആശംസകൾ നേരുന്നു. അതുകൂടാതെ നമുക്കിത് ഒരുപാട് അമ്മമാരെ ഒക്കെ പരിചയപ്പെടേണ്ടിയിരിക്കുന്നു. ഒരുപാട് അമ്മമാരെ കാണാൻ നമുക്ക് സാധിക്കും. ഒരുപാട് കുഞ്ഞു കുട്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ അവരെയൊക്കെ നമുക്ക് കാണാം. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ചേട്ടായിയുടെ കൂടെ വന്നോളൂ. അമ്മേ നാരായണ ദേവി നാരായണ ഇരട്ടക്കുളങ്ങര ദേശീയ ഉത്സവമാണ്. അപ്പോൾ ഇന്ന് പൊങ്കാല ദിനമാണ്. അപ്പോൾ പൊങ്കാല ദിനമായിട്ട് അമ്മയ്ക്ക് കോടി നമസ്കാരം നേരുന്നു. ചേട്ടായി ബ്ലോഗ് എല്ലാവർക്കും ചേട്ടായി ബ്ലോഗിൻ്റെ ഉത്സവ ആശംസകളും കൂടെ നേരുന്നു. ഹായ് ഗെയ്സ്, ഞാനിപ്പോൾ ഉള്ളത് ഇരട്ടക്കുളങ്ങരയാണ്. അമ്മ പൊങ്കാല ഇടാൻ വന്നതാണോ? അവിടെ പൊങ്കാല ഇടാനായിട്ട് വന്നതാണോ? സ്ഥിരം വരാറുണ്ടോ അവിടെ പൊങ്കാല ഇടാൻ എല്ലാ വർഷവും? മൂർത്തിയുടെ അടുത്താണോ? അപ്പുറത്താണ്. ഓക്കെ ആ വീട്ടിലാണ്. ഹലോ ചേച്ചി, എവിടെ സ്ഥലം എവിടാ? അടുത്ത് തന്നെയാണ്. അപ്പോൾ പൊങ്കാല ഇടാൻ അമ്മയ്ക്ക് അമ്മ മരിച്ചതുകൊണ്ട് പൊങ്കാല ഇട്ടില്ല. എങ്കിലും അമ്മയുടെ പൊങ്കാല കാണാനും അല്ലേ, പൊങ്കാല കാണാനൊക്കെ ആയിട്ടാണ് ഈ ചേച്ചിമാരോട് വന്നിരിക്കുന്നത്. കാര്യം ഒത്തിരി അമ്മയ്ക്കായിട്ട് അമ്മയുടെ സന്നിധിയിലാണ് ഈ പൊങ്കാല അടുപ്പിൽ പൊങ്കാലയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഹായ് ഗെയ്സ്, അങ്ങനെ ഇരട്ടക്കുളങ്ങര അമ്മയുടെ സന്നിധിയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇത് നമ്മളിവിടെ ഇരട്ടക്കുളങ്ങര പാടുന്ന ആശാനാണ്. എവിടെയാണ് സ്ഥലം? ആശാൻ വെഞ്ഞാറമൂട്ടിൽ പുല്ലമ്പാറ പഞ്ചായത്ത്. ഇത് ഇന്നുകൊണ്ട് പാട്ട് തീരുകയാണ്. നാളെ 8 മണിയാകുമ്പോൾ തീരും. ഹായ് ഗെയ്സ്, നാളെ 8 മണിയാകുമ്പോൾ അമ്മയ്ക്കായിട്ടുള്ള പാട്ട് ഇവിടെ അവസാനിപ്പിച്ചില്ല. അടുത്ത വർഷമായിരിക്കും. അടുത്ത വർഷം ആശാൻ തന്നെ ആയിരിക്കും. എനിക്ക് പറയാൻ പോലും ഇപ്പൊ തന്നെ വിളിക്കാൻ വന്നു. അല്ലെങ്കിൽ അതെ, ആശാന് ചെറിയ ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ ആ ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളതുകൊണ്ട് ഒരുപക്ഷെ അടുത്ത വർഷം ആശാൻ ഉണ്ടാവാൻ സാധ്യത കുറവാണ്. എങ്കിൽ തന്നെ ഒത്തിരി സന്തോഷം തന്നെയാണ് ആശാന് ഉള്ളത്.